ഇതാണ് ഇഫ ചിക്കൻ. യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കണ്ട് കൊതി കൊണ്ടൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ആദ്യമേ ഇതേ ചിക്കനൊക്കെ കിട്ടിയപ്പം നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തിലേക്ക് വേണ്ട മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കേണ്ടത് നാരങ്ങ നീരിനകത്താണ്. കുറച്ച് തൈരും കൂടെ ഉണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതാണ്. എൻ്റെ ഒരു തൈരില്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ലേ. എന്നിട്ട് ഇത് നന്നായിട്ട് അരപ്പൊക്കെ ചേർത്ത് പിടിപ്പിച്ച് അങ്ങോട്ട് വെക്കണം. 1 മണിക്കൂറൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോഴത്തേക്കിന് ചിക്കൻ പീസിലൊക്കെ നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കടായിലേക്ക് ബട്ടറൊക്കെ ഇട്ടിട്ട് അതിനകത്തായിട്ട് വേണം നമ്മുടെ ഈ ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെക്കുക. പിന്നെ ഒരു ലോ ഫ്ലെയിമിലും 10 മിനിറ്റ് വെക്കുക. അപ്പോഴത്തേക്കിനും നമുക്കിങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിന് ഈ ബട്ടറിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ ഒരു മണമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് കുത്തി ഒന്ന് കൊടുക്കുകയും കൂടെ വേണം കേട്ടോ. അന്നേരത്തേക്കിന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതേ കൂട്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. അങ്ങനെ ഒരുവിധം നമ്മുടെ ചിക്കനൊക്കെ റെഡിയായിട്ട് കിട്ടുന്ന സമയത്ത് നമുക്കിനി മെയിനായിട്ട് വേണ്ട സാധനം എന്ന് വെച്ചാൽ ഫ്രഷ് ക്രീം, മയോണൈസ്, പിന്നെ ഒരു പീസ് ചീസ്, ഇതെല്ലാം കൂടെ മിക്സിക്കകത്തൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ ചിക്കൻ റെഡിയായിട്ടിരിക്കുന്നതിനകത്തോട്ട് തന്നെ ഫ്ലെയിം ഓഫാക്കാതെ തന്നെ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വെക്കുക. അപ്പോഴേക്കും നമ്മുടെ ഇഫ ചിക്കൻ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേനും നല്ല സൂപ്പർ മണമൊക്കെ ആട്ടോ. എന്നിട്ട് എടുത്ത് ഒന്ന് ചൂടൊക്കെ ഒന്ന് മാറിയിട്ടൊന്ന് കഴിച്ചു നോക്കണം. കിടിലൻ ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിപ്പോൾ ഇങ്ങനെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം ചിക്കൻ വാങ്ങിക്കുമ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിന് ഈ വലിയ പീസൊന്നും വേണമെന്നൊന്നുമില്ല. ചെറിയ പീസ് വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും ഞങ്ങൾ ആദ്യമേ ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നത്തെ എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. 5 മിനിറ്റിൽ ഞങ്ങൾ എല്ലാവരും കൂടെ പെട്ടെന്ന് കാലിയാക്കി. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ഷോർട്സായിട്ട് ഉടനെ തന്നെ കാണാം.